UDF ജയിച്ചെങ്കിലും കോൺഗ്രസിന് 1960 വിമോചന സമരത്തിന് ശേഷം ആർ ശങ്കർ KPC പ്രസിഡന്റ്, PT ചാക്കോ പ്രതിപക്ഷ നേതാവിൻ്റെ കാലത്ത് 63 സീറ്റാണ്. ആ 63ലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ കോൺഗ്രസ് UDFനാണെങ്കിൽ 102 ചരിത്ര വിജയമാണ്. ഇതിൽ അഭിമാനിക്കുന്നു, ആഹ്ലാദിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയിൽ ഞാൻ ഇനി അവർ കുത്തിപ്പരിക്ക് ആഗ്രഹിക്കുന്ന. കാരണം ഞാൻ ഒരിക്കലും ഇടതുപക്ഷം തെറ്റായ നടപടികൾ തിരുത്തുന്നതല്ലാതെ തുടർഭരണത്തിന് ശേഷമുണ്ടായ അഹങ്കാരത്തിൻ്റെയും അഹന്തയുടെയും എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല എന്നുള്ള ഒരു തോന്നലും, അതാണ് അവരുടെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. പല കാരണങ്ങളും ഏറ്റവും വലിയ. അതുകൊണ്ട് അവർക്ക് ഇത്തവണ കനത്ത പരാജയമുണ്ടെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇനി അവരെ കുറ്റപ്പെടുത്തി, അവരെ പരിക്കേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇടതുപക്ഷം കേരളത്തിൽ തകർന്നടിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷം തകർന്നടിഞ്ഞാൽ അത് UDFനും നല്ലതല്ല, കോൺഗ്രസിനും നല്ലതല്ല, മതേതര കേരളത്തിനും നല്ലതല്ല. അതുകൊണ്ട് അവർ പരിശോധിക്കുക, എന്തു പറ്റി ഇങ്ങനെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവി ഉണ്ടായി എന്ന് ആലോചിച്ച് തെറ്റ് തിരുത്തി മര്യാദക്കാരായി ജനങ്ങളാണ് യജമാനന്മാർ എന്നുള്ള ബോധ്യത്തോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. UDFന് ഭരണം വരുന്നു. 10 വർഷം ഭരണമില്ലായിരുന്നു, 10 വർഷം പ്രതിപക്ഷത്തായിരുന്നു. പക്ഷെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഭരണത്തിലേക്ക് UDFനെ ഇതുപോലെ വിജയത്തോട് ഏൽപ്പിച്ച ജനവികാരം മനസ്സിലാക്കണം. ജനങ്ങളെ മറന്ന് പ്രവർത്തിക്കരുത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയത്തിൽ നിന്ന് UDFകാരും കോൺഗ്രസ്സുകാരും കൂടി പാഠം പഠിക്കണം. അതുകൊണ്ട് യജമാനന്മാർ ജനങ്ങളാണ്. ആ ജനങ്ങൾക്ക് കൂടുതൽ ഇന്നത്തേക്കാൾ ഒരുപാട് ദുരിതങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് യുദ്ധം മൂലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ മിക്കവാറും കുടുംബങ്ങളുടെ പ്രയാസത്തിലാണ്. ഗൾഫിൽ തൊഴിൽ നോക്കുന്ന ലക്ഷോപലക്ഷം മലയാളികളുണ്ട്. അതുകൊണ്ട് ഗ്യാസിൻ്റെ വിലക്കയറ്റം, വാണിജ്യ സിലിണ്ടറിൻ്റെ വിലക്കയറ്റം, ഇതെല്ലാം കൊണ്ട് കേരളമാകെ തകർന്നിരിക്കുന്ന കാലഘട്ടമാണ്. സാമ്പത്തികമായി തകർന്നിരിക്കുന്ന കാലഘട്ടം. 2001 ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ അധികാരം ഏറ്റെടുത്തപ്പോൾ ക്യാബിനറ്റിന് കഴിഞ്ഞിട്ട് ഒരു പതിവുണ്ട്, ചായ കുടിക്കുന്ന ഏർപ്പാടുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി അടുത്തുള്ള കോഫി ഹൗസിലേക്ക് ആളെ അയച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനി സെക്രട്ടേറിയറ്റിലേക്ക് ചായ തരില്ല, സെക്രട്ടറിക്ക് തരില്ല. കാരണം പൈസ ഒന്നും തരുന്നില്ല. ഈ പ്രയാസമെല്ലാം ഡൽഹിയിൽ പോയി പറയാൻ വേണ്ടി ഞാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരോട് ഡൽഹിക്ക് പോകാൻ ടിക്കറ്റ് ചോദിക്കാൻ പറഞ്ഞു, ഇന്ത്യൻ എയർലൈൻസിനോട്. അവരും പറഞ്ഞു, ഇനി കേരള ഗവൺമെൻറ്റിന് ടിക്കറ്റ് നൽകില്ല എന്ന് തീരുമാനം. ആ കാലത്തിൽ നിന്നും, സാമ്പത്തികമായി തകർന്നൊരു കാലഘട്ടത്തിൽ നിന്നും കേരളം രക്ഷപ്പെട്ടത് സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് കേരളത്തെ വീണ്ടും സാമ്പത്തിക ആരോഗ്യത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ്. അന്ന് ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ അതിനാ സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് DA കുടിശ്ശികയുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം ആ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചത് എൻ്റെ സഹപ്രവർത്തകനായ, ഏറ്റവും സ്നേഹിക്കുന്ന, ഏറ്റവും ബഹുമാനിക്കുന്ന K. ശങ്കരനാരായണൻ്റെ കൂടെ പ്രവർത്തിച്ച
ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അതുപോലെ കേരള ഗവൺമെൻറ് അധികാരത്തിലെത്തുമ്പോൾ ആദ്യത്തെ കോൺഗ്രസ് നേതാവ് AK ആന്റണി സംസാരിക്കുകയായിരുന്നു. ഇടതുപക്ഷത്തിനേറ്റ കനത്ത പരാജയം ജനങ്ങൾ നൽകിയ താക്കീതാണ്. അവർ ഭരണ തുടർച്ചയിൽ അഹങ്കരിച്ചു. അത് UDF കൂടിയുള്ള പാഠമാണ്. UDF വലിയ ചരിത്ര വിജയം നേടി. 1960 കോൺഗ്രസിന് കിട്ടിയ 63 സീറ്റിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. UDF 102 സീറ്റ് നേടിയിരിക്കുന്നു. ഈ ചരിത്ര വിജയത്തിൽ അധികാരത്തിലെത്തുമ്പോൾ ജനങ്ങളെ മറന്ന് പ്രവർത്തിക്കരുതെന്ന രാഷ്ട്രീയ പാഠം UDF കൂടി ഉള്ളതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണി. സാമ്പത്തിക പ്രതിസന്ധിയിലും മറ്റ് പല പ്രശ്നങ്ങളിലും പെട്ട് ഉഴലുന്ന കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് താങ്ങും തണലുമായി ഭരണം മാറേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് AK ആന്റണിയുടെ വാക്കുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.